സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതിനാൽ അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചന്തു ചന്ദ്രശേഖരാണ് തിരുവനന്തപുരത്ത് നിന്ന് മഴയുടെ വിശദാംശങ്ങൾ നൽകാനുള്ളത്. ചന്തു, സംസ്ഥാനമാകെ മഴ കനക്കുകയാണ്. കാലവർഷം ഇങ്ങ് എത്തിക്കഴിഞ്ഞോ എന്ന വിവിധ ജില്ലകൾക്കുള്ള അലേർട്ടുകൾ, മുന്നറിയിപ്പുകൾ അതെങ്ങനെയാണ്? അരുണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് നിന്ന് 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ്. അത് കണക്കിലെടുത്തുള്ള മുന്നറിയിപ്പുകൾ ഈ ജില്ലാ ഭരണകൂടങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയും എന്തായാലും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ അരുണ്യ പറഞ്ഞതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. കൂടാതെ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ പല ജില്ലകളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച മഴ അല്പസമയം മുൻപാണ് തോർന്നത്. ഇപ്പോഴും മലയോര മേഖലകളിലും ഗ്രാമീണ മേഖലകളിലുമൊക്കെ പലയിടത്തും മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാറ്റാണ്. വളരെ ശക്തമായ രീതിയിൽ തന്നെ കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മരച്ചില്ലകൾ ഒടിഞ്ഞ് വൈദ്യുതി പോസ്റ്റുകൾക്ക് മുകളിൽ വീണ് പലയിടങ്ങളിലും വൈദ്യുതി വരാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഇതിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്. മറ്റൊന്ന് തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. തീരദേശത്ത് ശക്തമായ കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തന്നെ തിരമാലകൾ പതിവിലും കൂടുതൽ ശക്തിയായി കരയിലേക്ക് ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലുള്ള മുന്നറിയിപ്പ് തീരദേശ മേഖലകൾക്കും നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിന്റെ സാധ്യതയുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടെ നിന്നും, അതായത് മണ്ണിടിച്ചിൽ സാധ്യത ഉള്ള പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ മാറി താമസിക്കണം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പ്രധാനമായും ക്യാമ്പുകൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഇതിനകം തന്നെ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിൽ കടലാക്രമണം തുടങ്ങിയവ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ ഇത്തരം ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുള്ളത്. എന്തായാലും മഴ കനക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഏറ്റവും അവസാനം വന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ 3 ജില്ലകളിലെ റെഡ് അലർട്ടിന്റെ കാര്യം. അത് 10 മണിയോടുകൂടി തന്നെ ഈ മുന്നറിയിപ്പ് മാറ്റമുണ്ടാകും. കാരണം മഴ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. അരുണ്യ, അതാണ് വിവിധ ജില്ലകളിലേക്കുള്ള മഴ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശം. ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ നൽകി.